എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലവ് ദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിന്നിവിടെ പാരായണം ചെയ്യുന്നത് പേജ് നമ്പർ 342 സൂറ അൽ മുഅ്മിനൂനിലെ 1 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ്. ഞാൻ മഫിദ ചാലശ്ശേരി. ഞാൻ ദിയ അമല. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. الذين هم في صلاتهم خاشعون. അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നത്. والذين هم عن اللغو معرضون. വ്യർത്ഥമായ കാര്യത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരും. والذين هم للزكاة فاعلون. സക്കാത്ത് വിശുദ്ധധർമ്മം ചെയ്യുന്നവരും. والذين هم لفروجهم حافظون. തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിച്ചു വരുന്നവരും. إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. തങ്ങളുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരെയോ സംബന്ധിച്ച് ഒഴികെ. കാരണം നിശ്ചയമായും അവർ പെട്ടുകൂടാത്തവരാകുന്നു. فمن ابتغى وراء ذلك فأولئك هم العادون. എന്നാൽ അതിനപ്പുറം ആരെങ്കിലും തേടുന്നതായാൽ അക്കൂട്ടർ തന്നെയാണ് അതിരുവിട്ടവർ. والذين هم لأماناتهم وعهدهم راعون. തങ്ങളുടെ വിശ്വസ്തത അമാനത്തുകളെയും ഉടമ്പടിയെയും പാലിച്ചു വരുന്നവരും. والذين هم على صلاتهم يحافظون. തങ്ങളുടെ നമസ്കാരങ്ങളെ പറ്റി സൂക്ഷിച്ചു പോരുന്നവരും. ഇങ്ങനെയുള്ള സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. أولئك هم الوارثون. അക്കൂട്ടർ തന്നെയാണ് അനന്തരാവകാശികൾ. الذين يرثون الفردوس هم فيها خالدون. അതായത് ഫിർദൗസിനെ ഉന്നത സ്വർഗത്തെ അനന്തരാവകാശമാക്കിയെടുക്കുന്നവർ. അവർ അതിൽ നിത്യവാസികളായിരിക്കുന്നതാണ്. ولقد خلقنا الإنسان من سلالة من طين. തീർച്ചയായും മനുഷ്യനെ നാം കളിമണ്ണിൽ നിന്നുള്ള സത്ത് കൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. ثم جعلناه نطفة في قرار مكين. പിന്നീട് നാം അവനെ ഭദ്രമായ ഒരു ഭവനത്തിൽ ഗർഭാശയത്തിൽ ശുക്ലബിന്ദുവാക്കി വെച്ചു. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. പിന്നെ ശുക്ലബിന്ദുവെ രക്തപിണ്ഡമാക്കി സൃഷ്ടിച്ചു. പിന്നീട് രക്തപിണ്ഡത്തെ മാംസപിണ്ഡമായും സൃഷ്ടിച്ചു. പിന്നെ മാംസപിണ്ഡത്തെ നാം എല്ലുകളായി അസ്ഥികൂടമായി സൃഷ്ടിച്ചു. അനന്തരം എല്ലുകൾക്ക് നാം മാംസം ധരിപ്പിച്ചു. പിന്നീട് നാം അതിനെ മറ്റൊരു സൃഷ്ടിയായി ഉത്ഭവിപ്പിച്ചു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടാവായ അള്ളാഹു അനുഗ്രഹ സമ്പൂർണനാകുന്നു. ثم إنكم بعد ذلك لميتون. പിന്നീട് നിശ്ചയമായും നിങ്ങൾ അതിനുശേഷം മൃതദേഹങ്ങളാകുന്നു. ثم إنكم يوم القيامة تبعثون. പിന്നെ ഖിയാമത്ത് നാളിൽ നിശ്ചയമായും നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. ولقد خلقنا فوقكم 7 طرائق وما كنا عن الخلق الغافلين. തീർച്ചയായും നിങ്ങൾക്ക് മീതെ നാം 7 മാർഗങ്ങൾ വാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സൃഷ്ടിയെക്കുറിച്ച് നാം അശ്രദ്ധരായിരുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
നോക്കട്ടെ.